കാസർഗോഡ് മാലിക് ദിനാറിൽ കുളത്തിൽ വീണ് യുവാവ് മരിച്ചു. ബംഗളൂരു നോർത്ത് സ്വദേശി ഫൈസലാണ് മരിച്ചത്. പരിക്കേറ്റ ഒരാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തീർത്ഥാടനത്തിനെത്തിയ മംഗളൂരു സ്വദേശികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായുണ്ട്. ഈ മാലിക് ദിനാറിൽ കുളത്തിൽ വീണുണ്ടായ അപകടം അത് എങ്ങനെ സംഭവിച്ചതാണ് അരുൺ? നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നവരുടെ നില അതെങ്ങനെയുണ്ട്? ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. മാലിക് ദിനാർ പള്ളിക്കുളത്തിൽ വീണതായിരുന്നു ഈ രണ്ടുപേരും. യുവാക്കളാണ്. ഇതിൽ ഒരാളുടെ മൃതദേഹമാണ് ഇപ്പോൾ കിട്ടിയത്. മറ്റൊരാളെ പരിക്കേറ്റ ഒരാളെ ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബംഗളൂരു നോർത്ത് സ്വദേശി ഫൈസൽ 22 വയസ്സാണ് മരിച്ചതായി സ്ഥിരീകരിക്കുന്നത്. ഇവർ ഇന്ന് രാവിലെയാണ് ഈ സിയാറത്തിനായി മാലിക് ദിനാർ പള്ളിയിലേക്ക് എത്തിയത്. അതിനുശേഷം 11 മണിയോടുകൂടി കുളത്തിലേക്ക് ഇറങ്ങിയതായിരുന്നു. ആ സമയത്താണ് കാൽ തെന്നി ഒരാൾ അപകടത്തിൽപ്പെട്ടത്. മറ്റൊരാൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ രണ്ടാമതൊരാൾ കൂടി കുളത്തിലേക്ക് വീഴുകയായിരുന്നു. ഈ തീർത്ഥാടനത്തിലെത്തിയവർ തന്നെയാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ അവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തി. അങ്ങനെയാണ് രണ്ടാമത്തെ യുവാവിനെ ഇപ്പോൾ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആദ്യത്തെ ഈ ബംഗളൂരു സ്വദേശി ഫൈസലിന്റെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശരി, അരുൺ പാറക്കൽ ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്.